വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. സദ്യയ്ക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിൽ സാമ്പാറിൻ്റെയും ഉള്ളിത്തീയലുടെയൊക്കെ റെസിപ്പീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പച്ചടിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ കുമ്പളങ്ങ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാനൊരു 1/4 ഭാഗം കുമ്പളങ്ങയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-3 കപ്പ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 3 പച്ചമുളക് കീറിയിടുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരികയാണ്. ഇനി കടുക് നമ്മളൊരു ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം വറ്റി വരുന്നത് വരെ ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അതായത് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ തൈരിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് തേങ്ങ നന്നായിട്ട്. ഇനി അതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്, ഇവിടെ തൈരിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 400 ഗ്രാംസ് നമ്മൾ ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതധികം പുളിയില്ലാത്ത തൈരാട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചെടുക്കണം. അപ്പോൾ ഇത് ബോയിൽ ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ചൂടാവാനേ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ കടുക് വറുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുളക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് കടുക് താളിച്ച് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇത്തിരി ചൂടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇത്തിരി ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ തണുക്കും തോറും ഇത് നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ സദ്യയുടെ കൂടെ കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.